ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് കർക്കിടകം വരികയാണ്. 2025 കർക്കിടകം ജൂലൈ 17 തീയതിയാണ്. അതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ചെയ്യാമെന്ന്. കാര്യം ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ ലാസ്റ്റ് ഇയർ, അതായത് 2024 ഞാൻ കർക്കിടകത്തിൽ ചെയ്ത ചില കാര്യങ്ങൾ എന്നെ ആസ് എ പേഴ്സൺ കുറേ മാറ്റി. എൻ്റെ വീട്ടിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന്. അപ്പം ഞാൻ പൊതുവെ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. നമ്മളിപ്പം എന്ത് പഠിച്ചാലും നമ്മൾ ഇപ്പം പ്രാർത്ഥനയാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു പൂജ ചെയ്യുകയാണെങ്കിലും നമ്മളെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കുക എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ രാമായണം വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് അറിവുകൾ കിട്ടും. പിന്നെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു നാരായണീയം വായിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് അറിവുകൾ കിട്ടും. ഭഗവത്ഗീത വായിക്കുമ്പോൾ അങ്ങനെ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ ജീവിതത്തിലും കുറച്ചൊക്കെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ അതിൻ്റേതായ ചില പോസിറ്റീവ് ചേഞ്ചസ് നമ്മുടെ ലൈഫിലും വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ളൊരു ചേഞ്ച് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ചേഞ്ചസ് വന്നതാണ് ഞാൻ കഴിഞ്ഞ കർക്കിടകത്തിൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാമെന്ന് ഉദ്ദേശിച്ചത്.